എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അക്യുപഞ്ചറിന്റെ 4 ഗോൾഡൻ റൂൾസിൽ ഒന്നായ ഉറക്കത്തിനെ കുറിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ പറയും നന്നായിട്ട് ഉറങ്ങിയോണ്ട് ഇന്ന് നല്ലൊരു സുഖമുണ്ട് എന്ന് പറയും അല്ലെ. നേരെ മറിച്ച് ഉറങ്ങാത്ത ദിവസമെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. എന്തൊക്കെയോ ഒരു ശരീരത്തിനും മനസ്സിനും സുഖമില്ലായ്മ കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നതെന്ന് വിചാരിക്കും, ആരെങ്കിലും വന്ന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലെ അവരോട്. കാരണം വല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ ആ ഉറങ്ങുന്ന സമയത്ത് വേറൊരാൾ എത്ര ഇഷ്ടപ്പെട്ടവരായാലും നമ്മളെ വന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമായിരിക്കും. നേരെ മറിച്ച് നമ്മളത് പൂർണ്ണമായിട്ട് ആ ഉറങ്ങി എണീച്ച് ആ റിലാക്സോടെ വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നുന്നത്. ഉറക്കത്തിന് എന്താ ഇത്ര പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ജോലികൾ എടുക്കുന്നുണ്ട്. ശാരീരികമായിക്കോട്ടെ മാനസികമായിട്ടായിരിക്കാനും നമുക്ക് ഒരുപാട് പ്രോസസ്സ് ശരീരത്തിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിന് ഒരു റെസ്റ്റും മെയിൻ്റനൻസ് പണി നടക്കുന്നത് ആ ഒരു ടൈമിലാണ്. അതുകൊണ്ടാണ് അക്യുപഞ്ചറിൽ ഉറക്കത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, അക്യുപഞ്ചർ മരുന്നില്ലാത്ത ചികിത്സയാണ്. അതിൻ്റെ ആ ഒരു ബോഡി പ്രവർത്തനം നടക്കുന്നത് തന്നെ ഈ ഒരു ഉറക്കത്തിലൂടെയാണ് ആ റിപ്പയറിങ് പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ കോശങ്ങൾ, ഇഷ്ടംപോലെ കോശങ്ങളുണ്ട്. ആ കോശങ്ങളൊക്കെ നശിച്ചു പോകുന്നവയുണ്ട്, പുതിയതായിട്ട് നിർമ്മിക്കുന്നതുകൊണ്ട്. നശിച്ചു പോകുന്നവയെ ഒക്കെ മാറ്റാൻ വേണ്ടി പറ്റുന്നത് ഈ ഉറക്കത്തിലൂടെയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കാലുമുഖവും കഴുകി കുളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയും എണീച്ചപാടെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡെഡ് സെൽസ് ഉണ്ടാവും നമ്മളെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്തത്. അതിനാണ് അങ്ങനെ രാവിലെ തന്നെ എണീറ്റപാടെ കുളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്ധ്യയ്ക്ക് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 3 മണിക്കൂർ കൊണ്ട് ഏതൊരു മനുഷ്യനായിക്കോട്ടെ മറ്റുള്ള ജീവജാലങ്ങൾ ആയിക്കോട്ടെ ഉറങ്ങേണ്ട ഒരു അവസ്ഥ, ഉറങ്ങേണ്ടതാണ് ശരിക്കും പറഞ്ഞാലും. പക്ഷെ ഇന്ന് മറ്റുള്ള ജീവജാലങ്ങളൊക്കെ കാണുന്നില്ലേ, നമ്മൾ വേഗം അവർ കൂടെ അണയാറുണ്ട് സന്ധ്യയാകുമ്പോൾ തന്നെ. പക്ഷെ മനുഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പല ടെക്നിക്കും ഉപയോഗിച്ച് ലൈറ്റുകളായിക്കോട്ടെ നമ്മൾ ഫുഡുകളായിക്കോട്ടെ സന്ധ്യയ്ക്ക് ശേഷമാണ് ഫുഡ് കോർട്ടും പോലെയുള്ളതൊക്കെ ധാരാളം ആളുകളെ കാണാൻ വേണ്ടി പറ്റുക. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടർഫ് പോലെയുള്ള കളിക്കുന്ന സ്ഥലം ഒക്കെ സന്ധ്യയ്ക്ക് ശേഷമാണ് എല്ലാവരും എൻജോയ്മെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മളെ ഉറക്കത്തിന് അത് തടസ്സപ്പെടുത്തുന്നു. അതുപോലെ നമ്മൾ മൊബൈലിലായിരിക്കും, ലാപ്ടോപ്പിലായിക്കോട്ടെ, TV കാണുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആ 3 മണിക്കൂർ കൊണ്ട് എല്ലാ മനുഷ്യർക്കും ഉറക്കം വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അസുഖം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിലൂടെ വേറെ ഒരു മരുന്ന് കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങിയോണ്ട് നിങ്ങളത് 2-3 ദിവസം നോക്കി നോക്കൂ, നിങ്ങളുടെ അസുഖം മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. ശരീരം സ്വയം ഹീൽ ചെയ്യും ആ ടൈമിൽ. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾ, ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ ആന്തരിക അവയവത്തിനെയൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടൈമാണ് രാത്രി ഉറക്കം എന്ന് പറയുന്നത്. ആ ടൈമാണ് ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ശരിയായി ഉറങ്ങിയിട്ടില്ലേ നമുക്കറിയാം, പിറ്റേന്ന് മനസ്സിനൊരു സമാധാനം ഇല്ലാത്ത പോലെ ആയിരിക്കും. നമുക്ക് ശരീരത്തിന് ക്ഷീണമായിരിക്കും, മനസ്സിനും ഒരു സമാധാനം ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള പല കാര്യങ്ങളും, ഇമോഷൻസും ബാലൻസ്ഡാകാൻ വേണ്ടിയിട്ട് ശരിയായ ഉറക്കത്തിന് പറ്റുന്നുണ്ട്. നമ്മൾ പറയാറില്ല മാനസിക രോഗികൾ ഉറങ്ങുന്നില്ലല്ലോ, അവർക്ക് എന്തുകൊണ്ടാണ് ആ ഒരു ചേഞ്ചസ് ഉള്ളത്? അതുകൊണ്ടാണ് ആ ഉറക്കത്തിനെ അത് ബാധിക്കുന്നുണ്ട്. ശരിയായ ഉറക്കത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നുള്ളൂ. അതുപോലെ രാവിലെ ഉണരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് 3 മണിക്കൂർ മുന്നേ, അതായത് 4 മണി ടു 5 മണിക്ക് ഇടയിൽ നമുക്ക് എണീക്കാൻ വേണ്ടി പറ്റണം. അത് നല്ല റിലാക്സ്ഡ് ആയിട്ട് എണീക്കണം. എന്നിട്ട് പോയി കൈയും കാലും മുഖവും ഒക്കെ കഴുകിയതിന് ശേഷം ടോയ്ലറ്റിൽ പോയി ശരീര ശുദ്ധിയെല്ലാം ചെയ്ത് കുളിക്കുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങളുടെ ശരീരത്തിലുണ്ടായ രാത്രി ഉണ്ടായ വേസ്റ്റുകളൊക്കെ റിമൂവായിട്ട് നല്ലൊരു എനർജറ്റിക് ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. ശരിയായ ഉറക്കം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മെഡിസിനും കഴിക്കാതെ തന്നെ നമ്മുടെ ബോഡി തന്നെ നല്ലൊരു എനർജറ്റിക് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാത്രി എല്ലാവർക്കും എല്ലാ ദിവസവും ഉറക്കം കിട്ടണമെന്നില്ല. ചില ആൾക്ക് ചില ദിവസം ഉറക്കം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് പകല് ഒരു വല്ലാത്ത അസ്വസ്ഥതയോ ചിലപ്പോൾ ഉറക്കം ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ നല്ല ഉറക്കം വന്നെങ്കിലും നമ്മളത് ഉറങ്ങാണ്ട് വിടുന്നത് കാണാം. അതിന് പകരം ആ ഒരു 10 മിനിറ്റ് നേരം ശരീരത്തിനൊന്ന് ഉറങ്ങാൻ അനുവദിക്കുക.
അരമണിക്കൂർ അരമണിക്കൂർ ആ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ശാന്തി സമാധാനം ഒക്കെ കിട്ടുന്നത് കാണാം ശരീരത്തിനും മനസ്സിനും ഒക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉറക്കത്തിന്റെ തലേന്നുണ്ടായിട്ടുള്ള ഉറക്കത്തിന്റെ ക്ഷീണം മാറുന്നത് കാണാം. നേരെ മറിച്ച് നമ്മൾ ഉറങ്ങാതിരുന്ന് ഇത് ഇന്നത്തെ രാത്രിയത്തെ ഉറക്കത്തിനെ ബാധിക്കുക. അത് പിറ്റേന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉറക്കം ഇല്ലായ്മ നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ആന്തരിക അവയവങ്ങളായിക്കോട്ടെ ബാഹ്യമായ അവയവങ്ങളായിക്കോട്ടെ ഇതിലെ കോശങ്ങളെയൊക്കെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും പുതിയത് നിർമ്മിക്കാനും ശരീരത്തിന് ഉറക്കിന്റെ ടൈമിനാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കം ഏറ്റവും നല്ല രീതിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി പറ്റണം. രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് പകൽ ആരോടൊക്കെ ദേഷ്യം തോന്നിന്, അല്ലെങ്കിൽ നമ്മളെ ആരോടൊക്കെ ഉപദ്രവിച്ചിന്, അവർക്കൊക്കെ നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുക, അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. നമ്മൾ ആ ഒരു സമാധാനത്തോടെ ശാന്തിയോടെ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ശാന്തമായ ഉറക്കം കിട്ടുകയും അത് നമ്മുടെ ബോഡിക്കായിക്കോട്ടെ മനസ്സിനായിക്കോട്ടെ നല്ലൊരു ശാന്തി സമാധാനത്തോടെയുള്ള ഉറക്കത്തിലൂടെ രോഗങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.